ദൈവനാമത്തിന് മഹത്വം. ഗുഡ് മോർണിംഗ്. യേശുവിനെ പോലെയാകാം പ്രതിദിന ധ്യാനത്തിലേക്ക് ഏവർക്കും ക്രിസ്തയേശുവിലുള്ള സ്വാഗതം. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള വിഷയം ആത്മാക്കളെ നേടുന്നതിന് സ്വന്തം നേട്ടങ്ങളെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. വചനം ഇപ്രകാരം പറയുന്നു: താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനാവാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരുടെ പ്രയത്നങ്ങളെ വികലമാക്കുവാൻ സാത്താൻ എല്ലാ യുഗങ്ങളിലും അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിനുവേണ്ടി അവൻ സഭയിൽ മതഭ്രാന്തിൻ്റെ ഒരു ആത്മാവിനെ ഉളവാക്കി എന്ന് പറയുന്നു. യഥാർത്ഥ വിശുദ്ധി നേടുക എന്നത് സകല ലൗകിക ചിന്തകളിൽ നിന്നും മനസ്സുകളെ ഉയർത്തുമെന്നും സകലവിധ അധ്വാനത്തിൽ നിന്നും പരിപൂർണമായി ഒഴിഞ്ഞിരിക്കുന്നതിലേക്ക് അത് സ്ത്രീ പുരുഷന്മാരെ നയിക്കുമെന്നും വഴിതെറ്റിക്കപ്പെട്ട മനുഷ്യാത്മാക്കൾ പഠിപ്പിച്ചു. എന്നാൽ ലൗകികമാകുന്ന ഈ ലോക ജീവിതമല്ല ക്രിസ്തീയ ജീവിതത്തിലായിരിക്കുന്ന നമുക്ക് വേണ്ടത്. ദൈവം ആത്മാവിനെ നേടിയെടുക്കുവാൻ പലവിധമായ പാപപങ്കിലമായ ജീവിതത്തിൽ നിന്നും നാം നമ്മുടെ സ്വന്തം നേട്ടങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. വചനം ഇപ്രകാരം പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മളോട് പറയുന്നു: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ നാം ഇതെല്ലാം മറക്കുന്നു. ദൈവാത്മാവ് നമ്മിൽ നിന്നും അകന്ന് സ്വന്തം നേട്ടങ്ങളെ സംരക്ഷിക്കുന്നു. എന്നാൽ നമ്മളിൽ ഉള്ള ആത്മാവ് എങ്ങനെയെന്നും വചനം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ അതിൻ്റെ 2-ന്റെ-12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ എന്നത്രേ മനസ്സിലാക്കി തരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ മറ്റ് നേട്ടങ്ങളെ വെടിഞ്ഞുകൊണ്ട് ദൈവിക ആത്മാവിനെ സ്വീകരിക്കണമെന്ന് ഈ പ്രഭാത ധ്യാനത്തിലൂടെ ദൈവം നമ്മളെ അറിയിക്കുന്നു. ഇത്ര നേരം എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ പ്രഭാതത്തിൽ അല്പസമയം അങ്ങയുടെ വചനങ്ങൾ ശ്രവിക്കുവാനും ആ വചനങ്ങൾ സംസാരിക്കുവാനും അടിയനെയും നിങ്ങളെയും ദൈവം ഉപയോഗിച്ച കൃപകളെ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവേ, ദൈവമേ, പ്രഭാത ധ്യാനത്തിൽ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും, ദൈവമേ, ഇനിയും ഇത് കേൾക്കുവാനുള്ള എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദയ തോന്നി പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ.